ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ പാഠപുസ്തകം. അതിലെ യൂണിറ്റ് 4-ലെ രണ്ടാമത്തെ ചാപ്റ്റർ എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അങ്ങനെ ഫുൾ ചാപ്റ്റർ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ കാണാം, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൻ്റെ ഒരു പിക്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുസ് അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. അല്ലേ, ലോങ് ഇയേഴ്സ് എഗോ വി മേഡ് എ tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. അല്ലെ, ലോകം ഉറങ്ങുന്ന ഈ രാത്രിയിൽ എന്താണ്? ഇന്ത്യ പുതിയൊരു ജീവിതത്തിലേക്ക് ഉണരുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ, എന്താണ്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റേണ്ട സമയം വന്നിരിക്കുന്നു. പൂർണ്ണമായും അല്ലെങ്കിൽ പൂർണ്ണമായ അളവിലല്ല, മറിച്ച് വളരെ ഗണ്യമായി. ലോകമുറങ്ങുന്ന അർദ്ധരാത്രിയുടെ പ്രവാഹത്തിൽ ഇന്ത്യ പുതുജീവിതത്തിലേക്ക് ഉണരുകയാണ്. ഇത് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ആ ഒരു അർദ്ധരാത്രി, ആ ഈവ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, അന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു സ്പീച്ചാണ് കേട്ടോ. എ മൊമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി, വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ, വെൻ എൻ ഏജ് എൻഡ്സ് ആൻഡ് വെൻ ദ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻഡ്സ് utterance, it is fitting that at this solemn moment we take the pledge of dedication to the service of India and her people and to the still larger cause of humanity. എന്താണ്? വളരെ അപൂർവമായി മാത്രം ചരിത്രത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം അല്ലേ. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്ത്, നമ്മളെ സപ്രസ് ചെയ്ത് വെച്ച ഒരു യുഗം അവസാനിച്ച് പുതിയൊരു യുഗത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് അല്ലേ. ഇന്ത്യ വളരെ കാലം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലും അടിമത്തത്തിലും ആയിരുന്നു, നിങ്ങൾക്കറിയാലോ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വളരെ കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ്, സോളം, മൊമെൻ്റാണിത്. അത് സംസാരിക്കുകയാണ് ആ ഒരു ഇന്ത്യയുടെയും അതിൻ്റെ ജനങ്ങളുടെയും സേവനത്തിനും അതുപോലെ തന്നെ വലിയൊരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സമർപ്പണ പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് നെഹ്റു പറയുന്നത്. ആൻഡ് പീപ്പിൾ ടു സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. At the dawn of history, India started on her unending quest, and trackless centuries are filled with her striving and the grandeur of her success and failures. എന്താ പറയുന്നത്? അതായത് ക്വസ്റ്റ്, നമ്മുടെ ചരിത്രത്തിൽ ഇന്ത്യ അപ്പം തുടങ്ങിയ അൺഎൻഡിങ് ക്വസ്റ്റ് ആണ് അല്ലേ. അതായത് അന്വേഷണം, ചരിത്രത്തിൻ്റെ ആ ഒരു അന്വേഷണം, ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇയറിൽ നമ്മൾ തുടങ്ങിയതാണ്. അനന്തമായിട്ടുള്ളൊരു അന്വേഷണം അന്ന് ആരംഭിച്ചതാണ്. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ്, കുറേ വിജയപരാജയങ്ങളുടെ ഒടുവിലാണ് എവിടേക്ക് എത്തി നിൽക്കുന്നത്? ഇന്ത്യ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് കേട്ടോ. Through good and ill fortune alike, she has never lost sight of that coast or forget the ideals which gave her strength. എന്താണ്? അപ്പോൾ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ ഉണ്ടായിട്ടുണ്ട്, ഭാഗ്യവും ദുർഭാഗ്യവും ഒക്കെ ഒരേപോലെ ഉണ്ടായിട്ടും ഇന്ത്യയുടെ ആൾക്കാർക്ക് അതിൻ്റെ ക്വസ്റ്റ്, ആ ഒരു അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിന്നില്ല അല്ലേ. We end today a period of misfortunes and India discovers herself again. ഇവിടെ ഇന്ത്യനെ തന്നെയാണ് ഹെർസെൽഫ് എന്ന് പറയുന്നത് കേട്ടോ. ഹെർ ഒരു ഫെമിനിൻ അത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്, ഭാരത് മാത എന്നല്ലേ നമ്മൾ പറയാം. ഭാരതത്തിന് ഒരു സ്ത്രീ, അത് ഷീ അല്ലെങ്കിൽ ഹെർ ആയിട്ടാണ് പറയുന്നത്. ഹെർസെൽഫ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. The achievement we celebrate today is but a step, an opening of opportunity to the greater triumphs and achievements that await us. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future?
എന്താണ് നെഹ്റുജി പറയുന്നത്? നമ്മുടെ നിർഭാഗ്യങ്ങളുടെ കാലഘട്ടം ഇവിടെ അവസാനിച്ചു. മിസ്ഫോർച്യൂണിറ്റിൻ്റെ കാലഘട്ടം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യ വീണ്ടും സ്വയം കണ്ടെത്തി എന്ത് ചെയ്യാണ്? തിരിച്ചു വരികയാണ് അല്ലേ? ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നേട്ടം ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണ്. നമ്മെ കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കുമുള്ള ഒരു അവസരത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ അവസരം ഉൾക്കൊള്ളാനും ഭാവിയിൽ വരുന്ന വെല്ലുവിളികളെല്ലാം സ്വീകരിക്കാനും നമുക്ക് ധൈര്യവും എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ദ challenge of the future എന്നാ പറയണത്. Are we brave enough and wise enough to grasp this opportunity and accept the challenge of the future? ഭാവിയിൽ വരാനിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യവും ജ്ഞാനവും ഉണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, freedom and power bring responsibility. The responsibility rests upon this assembly, a sovereign body representing the sovereign people of India. Before the birth of freedom, we have endured all the pains of labor, and our hearts are heavy with the memory of this sorrow. Some of those pains continue even now. Nevertheless, the past is over, and it is the future that beckons us now. എന്താ പറയുന്നത്? നമുക്ക് ഫ്രീഡവും പവറും റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരും അല്ലേ? സ്വാതന്ത്ര്യവും അധികാരവും നമുക്കൊരു ഉത്തരവാദിത്വം കൊണ്ടുവരികയാണ്. ഇന്ത്യയുടെ പരമാധികാര ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു പരമാധികാര സമിതിയായ ഒരു നിയമസഭയിലെ ഉത്തരവാദിത്വം, അതായത് ഒരു അസംബ്ലി രൂപം കൊള്ളുകയാണ് കേട്ടോ. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപം കൊണ്ടു. അപ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി വരികയാണ്, ഇന്ത്യയുടെ ഒരു ഭരണഘടന വരികയാണ്. ഓക്കെ, സോവറിൻ പറഞ്ഞ പരമാധികാര ബോഡിയാണ്. എ സോവറിൻ ബോഡി റെപ്രസെൻറ്റിംഗ് ദ സോവറിൻ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഒരു പരമാധികാര അസംബ്ലിയാണത്. അതൊരു പരമാധികാരമായിട്ടുള്ള ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം വി ഹാവ് എൻഡ്യൂർഡ് ഓൾ ദ പെയിൻസ് ഓഫ് ലേബർ, അവർ ഹേർട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദിസ് സോറോ. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയൊരു കാര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ, സ്വാതന്ത്ര്യം പറവിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു, എല്ലാ പെയിൻസും ടോളറേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ആ ദുഃഖത്തിൻ്റെ ഓർമ്മകളാൽ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഭാരപ്പെട്ട് നിൽക്കണം. ആ വേദനകളിൽ ചിലത് ഇപ്പോഴും ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ പാസ്റ്റ് അവസാനിച്ചു. ഇപ്പോൾ ഫ്യൂച്ചറാണ് നമ്മളെ നോക്കി നിൽക്കുന്നത്. ഫ്യൂച്ചർ ദാറ്റ് ബെക്കോൺസ് അസ് നൗ. നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കേണ്ടത് എന്തിനെയാണ്? ഫ്യൂച്ചറിനെയാണ്. That future is not one of ease or resting, but of incessant striving, so that we may fulfill the pledges we have so often taken and the one we shall take today. അപ്പോൾ നമുക്കൊരിക്കലും ആ ഫ്യൂച്ചർ സുഖമുള്ളതാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രതിജ്ഞകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ നിറവേറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. പിന്നെന്താ പറയുന്നത്? സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് the service of the millions who suffer. It means the ending of poverty and ignorance and disease and inequality of opportunity. The ambition of the greatest men of our generation has been to wipe every tear from every eye. That may be beyond us, but as long as there are tears and suffering, so long our work will not be over. അപ്പോൾ എന്താ പറയുന്നത്? സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് സർവീസ് ഓഫ് ദ മില്യൺസ് ഹു സഫർ ആണ്. ഇന്ത്യയെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ഓഫ് ദ മില്യൺസ് ഹു സഫർ ആണ്. മില്യൺസ് ഓഫ് ആൾക്കാർ സഫർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇറ്റ് മീൻസ് എൻഡിങ് ഓഫ് പോവേർട്ടി ആൻഡ് ഇഗ്നോറൻസ് എന്നാണ് പറയുന്നത്. ഇത് ദാരിദ്ര്യം, അജ്ഞത, രോഗം, അത് അസമത്വം, ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിനർത്ഥം. അപ്പം നമ്മുടെ തലമുറയിൽ ഏറ്റവും മഹാന്മാരായ ആളുകളുണ്ടല്ലേ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? ഓരോ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ അല്ലേ അതിനുവേണ്ടി പ്രയത്നിച്ചവരാണ്. അത് നമുക്ക് എന്താ പറയുക, അതേപോലെ തന്നെ അവരുടെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ജോലി ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യമാണ് നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. അതൊക്കെ ശരിയാക്കണം എന്നാണ് ഇവിടെ നെഹ്റു പറയുന്നത്. ആൻഡ് സോ വി ഹാവ് ടു ലേബർ ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങൾ റിയൽ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ ബട്ട് ദേ ആർ ഓൾസോ ഫോർ ദ വേൾഡ്. അപ്പോൾ എന്താണ്? ഇന്ത്യക്ക് വേണ്ടിയും വേൾഡിന് വേണ്ടിയും, ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ്, എല്ലാ രാജ്യത്തിനും ആളുകൾക്കും വേണ്ടിയും. ആർ ടു ക്ലോസ്ലി knit together today for any one of them to imagine that it can live apart. Peace is said to be indivisible, so is freedom, so is prosperity now, and so also is disaster in this one world that can no longer be split into isolated fragments. എന്താണ്?
പറയുന്നത്? എല്ലാ രാഷ്ട്രങ്ങളും ജനങ്ങളും പരസ്പരം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നവർ തന്നെയാണ്, അടുത്തടുത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഡിപ്പെൻഡൻ്റ് അല്ലാണ്ട് സെപ്പറേറ്റായി ജീവിക്കാൻ കഴിയുമെന്നൊന്നും ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്, എല്ലാം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ പീസ്, സമാധാനം എന്ന് പറയുന്നത് അവിഭാജ്യമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും സമൃദ്ധിയും, പ്രോസ്പെറിറ്റിയും ഫ്രീഡവും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാം ഒറ്റപ്പെട്ട ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഭജിക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് വി മേക്ക് ആൻ അപ്പീൽ ടു ജോയിൻ us with faith and confidence in this great adventure. This is not time for petty and destructive criticism, not time for ill will or blaming others. We have to build the noble mansion of free India where all her children may dwell. എന്താ പറയുന്നത്? അപ്പോൾ നമ്മളെല്ലാം ഇന്ത്യയിലെ പ്രതിനിധികളാണ്. ഈ മഹത്തായ സാഹസികതയിൽ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഞങ്ങളോടൊപ്പം ജനങ്ങളും ചേരാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നെഹ്റു. നിസ്സാരവും നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരു ശത്രുതയ്ക്കോ കുറ്റപ്പെടുത്തുകയോ ഒന്നിനുള്ള സമയം നമുക്കില്ല. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല, അതിനുള്ള സമയം നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ബിൽഡ് എ നോബിൾ മാൻഷൻ. നമുക്ക് നോബിൾ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ, ഫ്രീ ഇന്ത്യയാണ് ഇപ്പോൾ, സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു ഇന്ത്യയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നോബിൾ മാൻഷൻ പണിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ചെയ്തെടുക്കണം. ബ്രിട്ടീഷുകാർ ഇവിടെ അവശേഷിപ്പിച്ചു പോയത് വളരെ ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഇന്ത്യനെയാണ്. മൊത്തം നശിപ്പിച്ചിട്ടാണ് അവർ പോണത് അല്ലേ. ഇവിടെ മൊത്തമായിട്ട് ഉണ്ടായിരുന്ന എല്ലാ സമൃദ്ധിയും നശിപ്പിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോകുന്നത്. അത് വീണ്ടും പടുത്തുയർത്തണം എന്നാണ് നമ്മുടെ നെഹ്റുജി ഇവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഏകദേശം അതേ വേർഡ്സ് തന്നെ ഉപയോഗിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ജവഹർലാൽ നെഹ്റു ആണ്, അദ്ദേഹമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ? The stroke of midnight hour is significant because it marks the moment when India gains independence, signifying a new era for the nation, symbolically transitioning from colonial rule to freedom. Adutha question, what according to you are the obstacles that challenge the unity of the nation? Answer, the obstacles that challenge the unity of the nation includes communalism, narrow-mindedness, poverty, ignorance, disease and inequality of opportunity. As Nehru emphasizes the need to overcome these challenges to achieve a truly unified and prosperous India. What kind of future does Nehru hope for? Nehru സ്വപ്നം കണ്ട future കേട്ടോ. Nehru hopes for a future of incessant striving to fulfill pledges made to the people of India. He envisions a future free from poverty, ignorance, disease and inequality, where all citizens can dwell in a noble mansion of free India. Next, fourth question, what does Nehru mean when he says freedom and power bring responsibility? Nehru means that with the achievement of freedom and the power that comes with it, a great responsibility is placed upon the assembly, which represents the people of India. This responsibility is to work for the welfare and betterment of the nation. അഞ്ചാമത്തെ, what does Nehru say about the past struggles of the nation? Nehru acknowledges that India has endured all the pains of labor and the hurts are heavy with the memory of this sorrow. He states that some of these pains continue but emphasizes that the past is over and the future is what beckons now. Why does Nehru emphasize the need for unity? Nehru emphasizes need for unity by stating that this is no time for petty and destructive criticism, no time for ill will or blaming others. He calls on the people to join together with faith and confidence to build the new nation. Seventh question, how does Nehru connect India's future to that of the rest of the world? Nehru connects India's future to the rest of the world by stating that the dreams for India are also for the world and that all the nations and peoples are too closely knit together today. He concludes that peace, freedom and prosperity are indivisible and that disaster in one part of the world can no longer be split from others. ഇനി ലെറ്റ്സ് റിവൈൻഡിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ, what does Nehru mean by the noble mansion of free India? How does this image reflect his vision for the future of India?
നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Jawaharlal Nehru's reference to the noble mansion of free India is a metaphor for the new nation they were building. It represents a strong, dignified and inclusive country where all citizens can live with dignity and opportunity. Second question, Jawaharlal Nehru exhorts us to work hard to fulfill our dreams. What are your dreams for our country and for the world? നെഹ്റുവിൻ്റെ ഡ്രീംസ് പോലെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ വേൾഡിന്? My dream for my country is to see it become a global leader in sustainable technology and education, with a society that is inclusive and equitable for all citizens. For the world, my dream is to see an end to poverty and hunger, a significant reduction in global conflicts, and a collective commitment to addressing climate change through international cooperation. ഇത് ഞാൻ എൻ്റെ രീതിയിൽ എഴുതിയ ആൻസറാണ്. ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതാവുന്നതാണ്. അടുത്ത നമുക്ക് ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 1 വായിക്കാം. ഹിയർ ഈസ് ഫ്രണ്ട് പേജ് ഓഫ് ദ പോപ്പുലർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കവറിംഗ് ദ ന്യൂസ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം ആൻഡ് ദ റിപ്പോർട്ട്സ് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുസ് അഡ്രസ് ടു ദ നേഷൻ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസ് പേപ്പറാണിത്. അതിൻ്റെ ഹെഡ്ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൗ ലിസ്റ്റ് ദി ഹെഡ്ലൈൻസ് ഇൻ ദ എബോവ് പിക്ചർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ. ആ ഹെഡ്ലൈൻസ് ഒക്കെ എഴുതാനാണ്. ഞാനൊരു 5 എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബർത്ത് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം, നേഷൻ വേക്സ് ടു ന്യൂ ലൈഫ്, ഫ്രൻസീഡ് എന്തൂസിയാസം ഇൻ ബോംബെ, ന്യൂ ക്യാബിനറ്റ് ഓഫ് ഇന്ത്യ, ലോർഡ് മൗണ്ട് ബാറ്റൺ ഗ്രീറ്റ്സ് പാകിസ്ഥാൻ. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ ദാറ്റ് യു വർ എ ന്യൂസ് റിപ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഫ്രെയിം സം ഹെഡ്ലൈൻസ് ഫോർ ദ ന്യൂസ്. അപ്പം നിങ്ങൾ ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടർ എങ്കിൽ നിങ്ങൾ ഇതിന് എന്ത് ഹെഡ്ലൈൻ കൊടുക്കും ഈ ന്യൂസിന് എന്നാണ്. ഇതൊക്കെ കൊടുക്കാം. ഇന്ത്യ ബിക്കംസ് ഫ്രീ, ഫ്രീഡം, ഇന്ത്യ വേക്സ് ടു ന്യൂ ഡോൺ, Nehru asked for vigilance and hard work from all citizens. Celebrations erupt nationwide as India celebrates independence. New nation takes oath. Assembly members sworn in. Independence Day greetings exchanged between India and Pakistan leaders. അടുത്തത് നമുക്ക് അതിൻ്റെ സി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. നാസ ആസ്ട്രോനോട്ട് സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോർ ഹാഡ് ടു റിമൈൻ ഇൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫോർ 9 long months. അല്ലേ, നമ്മുടെ സുനിത വില്യംസും അതുപോലെ ബുഷ് വിൽമോറും ഒരുപാട് 9 മാസത്തോളം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇരുന്നുണ്ടായിരുന്നു അല്ലേ. അവർ അതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. സ്പേസ് എക്സ് ക്രൂ അവർ 2025 മാർച്ച് 18 കേട്ടോ തിരിച്ചു വരുന്നത്. ഹിയർ ആർ സം ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ദ റിട്ടേൺ വോയേജ്. അവർ തിരിച്ചു വരുന്നതിൻ്റെ കുറച്ച് പിക്ചറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അത് റിലേറ്റ് ചെയ്ത് Anil, a student of class 8, drafts a news report based on this information. അപ്പോൾ 8ാം ക്ലാസ്സിൽ അനിൽ എന്ന കുട്ടിയാണ് ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഒരു ഈ പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം, ഇതിന് ആൻസർ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ബോൾഡ് ലെറ്റേഴ്സിലുള്ളതാണ് ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ ആദ്യം ഹെഡിങ് ആണ്, അത് തന്നെയാണ് ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ബാക്ക് ഫ്രം സ്പേസ് ആഫ്റ്റർ 286 days, സ്റ്റാഫ് റിപ്പോർട്ട്, ഡേറ്റ് കൊടുക്കുക, ഫ്ലോറിഡ. ഫൈനലി നാസ ആസ്ട്രോനോട്ട് സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോർ റിട്ടേൺ ടു എർത്ത് ഫ്രം, ഇതാണ് അവിടെ ഡാഷിൽ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ആ ഡാഷ് ഇവിടെ ഇടാം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആഫ്റ്റർ 286 days. ആസ് പെർ ദ ഒഫീഷ്യൽ ന്യൂസ് റിലീസ് ബൈ നാസ, ദ ക്രൂ വാസ് അബോർഡ് ദ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ. 2 astronauts and 2 spent 286 days in space. The crew had gone on 5th June 2024 for what had been planned as an 8-day mission. 8 ദിവസത്തെ മിഷനാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവർ അവിടെ 9 മാസം നിന്നിട്ടാണ് വരുന്നത് കേട്ടോ. They were forced to stay on International Space Station. അവർ അവിടെ തന്നെ നിൽക്കേണ്ടി വരികയാണ് 8 മാസത്തോളം. ISRO chairman complimented with the astronauts saying, "Welcome back Sunita Williams, your safe return after an extended mission at the ISS is a remarkable achievement, a testament to NASA, the astronauts and the USA's commitment to space exploration." Tweets and posts still continue to pour in from all quarters. അപ്പോൾ ആ ഡാഷ് ഇട്ടതൊക്കെ നിങ്ങളതിൽ ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്ത നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സും ഒക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്യുക, അതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കളക്ട് ചെയ്യുക, ഞാൻ തരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്. ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ക്ലാസ് കുറച്ച് ലെങ്തി ആയതിന് കാരണം ആദ്യം
അത് നമ്മൾ വായിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ വായിച്ച് മീനിങ് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇനിയും തുടർന്ന് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.